ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നതായിരുന്നു. ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അവളുമായിട്ട് ഒരു ദിവസം നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. രാവിലെ തന്നെ ബിലാലുമായിട്ട് നല്ല യുദ്ധത്തിലാട്ടോ. അവന് ഫുഡ് കഴിക്കാൻ നല്ല മടിയാ. അങ്ങനെ അവൻ്റെ മൂഡൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ രാവിലെ വെറുതെ മുറ്റത്തൂടെ അവനായിട്ട് ഇങ്ങനെ കുറച്ച് നടക്കുക കേട്ടോ. അവന് ഇഷ്ടമാണ് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ കാഴ്ചകളൊക്കെ കാണിച്ച് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ടുണ്ടായ മാങ്ങയാണ്. 1-2 മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ അവനെ ഓരോ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൻ ചക്ക എന്നൊക്കെ പറയും കേട്ടോ. അവന് ചക്കപ്പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറേ ചക്കയൊക്കെ ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവന് കോഴീനെയും പൂച്ചേനെയും കാക്കേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ കാണിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ വെറുതെ കുറച്ച് സമയം ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ഇന്നലെ കേട്ടോ വീട്ടിൽ വന്നത്. പിന്നെ ഇന്നലെ ആയിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പൊന്നും മിന്നുമൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇതെൻ്റെ കസിൻ്റെ മോനാണ് കേട്ടോ. അവൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വെറുതെ അവനോട് ഇങ്ങനെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നതാണ്. പിന്നെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. കുറേ പേരൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരാളിവിടെ ഫേസൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ബിലാലും കൂടി വന്നിട്ടുണ്ട് കഴിക്കാൻ. അവന് നമ്മൾ ഇരിക്കുമ്പം ഫുഡ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. നുള്ളി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ലാസ്റ്റ് കുറേ വാശിയൊക്കെ എടുത്ത് കരഞ്ഞ് ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇവനെ ഉറങ്ങിയിട്ടുള്ളത്. ലാസ്റ്റ് കറിയെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ച് ആകെ അലമ്പാക്കിയിട്ട് കസേരയെന്ന് ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ആൾ കുറേ കരഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അവനെ ഉറക്കിയിട്ടാട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത്. പിന്നെ ഇന്ന് നമ്മളെല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 5 മണിയൊക്കെ ആവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. പിന്നെ നമുക്ക് പോയിട്ട് തിരിച്ചു വരികയും വേണം. അങ്ങനെ പോകാൻ പറ്റിയൊരു പ്ലേസ് എന്ന് പറയുന്നത് വാഗമണ്ണാട്ടോ. പിന്നെ നമ്മളെ വീട്ടിലേക്ക് പുതുതായിട്ട് വരുന്നവരെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാൻ കൊണ്ടുപോകുന്നത് വാഗമണ്ണാട്ടോ. അങ്ങനെ നമുക്കിന്ന് വെറുതെ ഒന്ന് പോയി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നേ. പിന്നെ ഒരു 1 മണിയൊക്കെ ആയപ്പം എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി ഇന്ന് ഇവിടെ ഉച്ചയ്ക്ക് കൂടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണേ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളെല്ലാവരും കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാതെ വന്നതുകൊണ്ട് ബിരിയാണി പുറത്തുനിന്ന് അങ്ങനെ ഓർഡർ ചെയ്യിപ്പിച്ചതാട്ടോ. അങ്ങനെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പാത്രം കഴുകുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് പാത്രം കഴുകണം, അല്ലെങ്കിൽ കൈ ഭയങ്കര ഡ്രൈ ആയിപ്പോവും, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസിങ് ക്രീം ഏതെങ്കിലും അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കുമ്പം ഗ്ലൗസൊക്കെ ഇട്ട് പാത്രമൊക്കെ കഴുകാറുണ്ട് കേട്ടോ. ചിലപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് കെയർ ഒക്കെ വരുമല്ലോ. അങ്ങനെ കൈസ് സ്കൂൾ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ മോനാണ്. ഇവന് 2:30 വരെ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. ഇതിൻ്റെ കൂടെ എന്തോ ഒരു പച്ചടിയാണെന്ന് തോന്നുന്നു. നമ്മൾ സദ്യയുടെ കൂടെയൊക്കെ കിട്ടാറില്ലേ, ബീട്രൂട്ട് പച്ചടി. അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ മക്കളെല്ലാവരും കൂടെ ഇതാട്ടോ അവസ്ഥ. ഒരാളുടെ പുറത്ത് ഒരാൾ കയറും, ഒരാളെടുക്കുന്ന സാധനം വേറൊരാൾക്ക് വേണം. അങ്ങനെയൊക്കെ നല്ല രസമാട്ടോ അവരുടെ വഴക്കൊക്കെ കണ്ടിരിക്കാൻ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പം നമ്മൾ വാഗമണ്ണ് പോവുകയാണേ. ബിലാൽ അങ്ങനെ ഉറക്കം വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി എന്താണെങ്കിലും ഒരു വണ്ടിയിൽ പോകത്തില്ല കേട്ടോ. നമ്മുടെ ഫാമിലിയൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. അങ്ങനെ ഇതാ ഇവിടെ എത്തിയപ്പം കുറച്ച് സമയം അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ തങ്ങൾപ്പാറയുടെ ബാക്ക് സൈഡിലുണ്ടല്ലോ, അവിടെ ഇരിക്കാൻ നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റും നല്ലൊരു വൈബാണ്. പിന്നെ എല്ലാവർക്കും ചുമയും ജലദോഷവും അതിങ്ങനെ വേറൊരു സൈഡിൽ കൂടെ പോന്നു. പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ഇപ്പം ചുമയും പനിയും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ബിലാലിനും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ചെറിയ മോൾക്കൊക്കെ തണുക്കാതെ സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ടർക്കിയൊക്കെ വെച്ച് അവർ പൊതിഞ്ഞാട്ടോ ഇരുത്തിയത്. പക്ഷെ പിള്ളേരങ്ങനെ ഇരിക്കത്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് നല്ല രസമായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫ്ലാസ്കിൽ അമ്മച്ചി ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ചായ ഒന്നും കിട്ടാൻ വഴിയില്ല. ഇവിടെ അങ്ങനെ കടകളൊന്നുമില്ല കേട്ടോ.
അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ 4 മക്കളാട്ടോ. എൻ്റെ മൂത്ത ബ്രദറും വൈഫും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ആൾ ഞാനാണ്. എന്നെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ എപ്പോഴും വീഡിയോസിലൊക്കെ കാണുന്നതല്ലേ. പിന്നെ ഇതാട്ടോ എൻ്റെ ഫാദർ. പിന്നെ ഇതെൻ്റെ ചെറിയ സിസ്റ്റർ ആട്ടോ. അവളുടെ ഹസ്ബൻഡിനെയാണ് നേരത്തെ കാണിച്ചത്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 2 വീക്സ് ഒക്കെ ആയിട്ടേ ഉള്ളൂ. പിന്നെ എൻ്റെ ചെറിയ ബ്രദർ, അത് വീഡിയോയുടെ ഇടയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആട്ടോ നമ്മുടെ ഫാമിലി. പിന്നെ നമ്മളെല്ലാവരും കുറേ സമയം വീണ്ടും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുട്ടുന്നിടം വരെ അങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഇരുട്ടായപ്പോഴാട്ടോ അവിടെ നിന്ന് തിരിച്ചു പോയത്. അങ്ങനെ അലിയുടെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അലിക്കുട്ടൻ നല്ല പാട്ടുകാരനാട്ടോ. അവനിങ്ങനെ കുറേ പാട്ടറിയാം, പക്ഷെ ഒന്നും തിരിയത്തില്ല കേട്ടോ. പക്ഷെ എന്നാലും അവൻ പാടുന്ന കേൾക്കാൻ നല്ല രസമാട്ടോ. ഏതാണി ഓ കൊള്ളായിരുന്നോ? പിള്ളേരെല്ലാം വേഗത്തിൽ അനിയത്തിയുടെ ഹസ്ബൻഡുമായിട്ട് നല്ല കൂട്ടായേ. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് വാഗമൺ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കടയിൽ കയറി ചെറുതായിട്ടൊരു ചായയും കട്ടനും ഒക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പേട്ടയിൽ വന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. മെഹഫിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ എങ്ങോട്ടെങ്കിലും ദൂരേക്കൊക്കെ പോയിട്ട് വന്നാലും ഇവിടെ വന്നാട്ടോ ഫുഡ് കഴിക്കുക. ഇവിടെ നല്ല ഡൈനിങ് ആട്ടോ, ഒരുപാട് സ്പേഷ്യസ് ആണ്. പിന്നെ ഫുഡും അത്യാവശ്യം നല്ല ഫുഡാട്ടോ ഇവരിവിടെ സെർവ് ചെയ്യുന്നത്. ഇവരാട്ടോ നമ്മുടെ പുതിയ കപ്പിൾസ്. അങ്ങനെ ഫുഡ് വരുന്നിടം വരെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രോളി ഇരിക്കുകയായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലം വരെ പോവുകയാണേ. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. നമ്മുടെ ഇരാറ്റുപേട്ടയിലുള്ള നല്ലൊരു ഫുഡ് സ്പോട്ടാട്ടോ ഇച്ചാൻ്റെ സർബത്ത് കട. അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ ജ്യൂസും. പിന്നെ ഇവിടുത്തെ മെയിനാണ് കേട്ടോ കൊടംകുലുക്കി. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇവിടെ വന്നതാണ്. ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും വണ്ടിയിലാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കവർ വാങ്ങിച്ചോട്ട് തന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുക കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്